വന്നോളട്ടെ. CPM-ന് തെറ്റ് പറ്റിയിട്ടില്ല എന്ന് പറയുന്നില്ല. തിരുത്തേണ്ടതല്ലാത്ത കാര്യങ്ങൾ CPM-ലുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ജനങ്ങളുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് പാർട്ടി തന്നെ നടത്തിയ ഏറ്റുപറച്ചിലുകൾ അത് കൂടുതൽ ദൃഢമാക്കേണ്ടതുണ്ട് എന്ന് പാർട്ടി തന്നെ പറയുന്നു. ഇത്തരം കാര്യങ്ങൾ പറയുകയും കൂടുതൽ പുറത്തുപോയവരുമായും നവ സാമൂഹ്യ പ്രസ്ഥാനങ്ങളുമായും ഒക്കെ സംവദിക്കാൻ ഒരു പാർട്ടി തയ്യാറാണ് എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുമ്പോൾ അതിനോട് കുറെ കൂടി പോസിറ്റീവായി പ്രതികരിക്കേണ്ട ഒരു ബാധ്യത അത് സമൂഹത്തിനില്ലേ? അതിന് മറുപടി നേരത്തെ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ബേബിയുടെ ഉൾപ്പെടെ അല്ലെങ്കിൽ CPM-ന്റെ ആചാര്യനായ EMS നേരത്തെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. കാരണം ഒരു വലതുപക്ഷവൽക്കരിച്ച ഒരു പാർട്ടി ആ പാർട്ടി ഏതെങ്കിലും ഒരു നിലപാടിന്റെ അടിസ്ഥാനത്തിൽ അത് ഇടതുപക്ഷമായി മാറാൻ പോകുന്നില്ല. അതുകൊണ്ടാണ് CPI പലഘട്ടങ്ങളിലും CPM ലേനം എന്ന നിലപാടുകൾ ഉയർത്തിപ്പിടിച്ചപ്പോൾ ആ പാർട്ടി പിളരാനുണ്ടായ സാഹചര്യത്തിന്റെ രാഷ്ട്രീയം ചർച്ച ചെയ്യണമെന്ന നിലപാട് EMS സ്വീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് CPM വലതുപക്ഷവൽക്കരിക്കപ്പെട്ട് കഴിഞ്ഞു. അങ്ങനെ വലതുപക്ഷവൽക്കരിക്കപ്പെട്ട ഒരു പാർട്ടി ഏതെങ്കിലും ഒരു പ്രശ്നത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ട് അതിനെ ഇടതുപക്ഷമാക്കി മാറ്റാൻ കഴിയില്ല. അതുകൊണ്ട് CPM തിരുത്തുക എന്ന് പറയുമെങ്കിൽ അല്ലെങ്കിൽ CPM തിരുത്താൻ കഴിയും എന്ന് തോന്നുന്നത് തന്നെ ശുദ്ധ അസംബന്ധമാണ്. CPM ഒരു ഇടതുപക്ഷമായി മാറാൻ ഒരിക്കലും കഴിയില്ല. അതുകൊണ്ട് അതാണ് ഇത് 50 വർഷം പൂർത്തിയാകുമ്പോൾ അതിന്റെ പതനം ഉറപ്പുവന്നു കഴിഞ്ഞു. ഇപ്പൊ ബംഗാളിലും കേരളത്തിലും ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഹൈന്ദവ വർഗീയതയുടെ ആളുകൾക്ക് അല്ലെങ്കിൽ അതിനൊപ്പം ലക്ഷക്കണക്കിന് CPM പ്രവർത്തകന്മാർ വോട്ട് ചെയ്യുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബംഗാളിലുണ്ടായ അനുഭവം നിങ്ങൾ നോക്ക്. ബംഗാളിൽ 23% CPM വോട്ട് താണു. 10-12% CPM വോട്ടുകൾ BJP-ക്കൊപ്പം ചേർന്നതാണ് ബംഗാളിന്റെ തെരഞ്ഞെടുപ്പ് ചിത്രം വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് ഈ ഹൈന്ദവ ഫാസിസത്തെയോ അല്ലെങ്കിൽ കോൺഗ്രസിന്റെയും BJP-യുടെയും നവലിബറൽ ധാരണകൾക്കുള്ള നിലപാടുകളെയോ എതിർത്തു തോൽപ്പിക്കാൻ കെൽപ്പുള്ള അല്ലെങ്കിൽ അത്തരമൊരു നിലപാടുള്ള നയങ്ങളുള്ള ഒരു ഇടതുപക്ഷ പാർട്ടിയെ അല്ല CPM. വേണു മടങ്ങിയെത്താം താങ്കളിലേക്ക്. ഒരിക്കൽ കൂടി MP പരമേശ്വരൻ, മുൻകാലങ്ങളിൽ പാർട്ടിയിലെ ആഭ്യന്തര ജനാധിപത്യം കുറെ കൂടി കരുത്തുറ്റതാകണം എന്ന് തൃശ്ശൂരിലെ സെമിനാറിൽ MA ബേബി പറയുകയുണ്ടായി. മുൻകാലങ്ങളിൽ അത്തരമൊരു കരുത്തുറ്റ ആഭ്യന്തര ജനാധിപത്യം പാർട്ടിക്കുള്ളിൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടുകൂടിയാണ് ചിലർക്കെതിരെയെങ്കിലും നടപടികൾ എടുക്കേണ്ടി വന്നത് അല്ലെങ്കിൽ ചിലർക്കൊക്കെ പുറത്തേക്ക് പോകേണ്ടി വന്നത് എന്നൊരു സൂചന അല്ലെങ്കിൽ എന്നൊരു ഏറ്റുപറച്ചിലിൻ്റെ സ്വരം MA ബേബിയുടെ വാക്കുകളിലുണ്ടോ? അത് MA ബേബി തന്നെ പറയുന്നുണ്ട്. കേന്ദ്ര കമ്മിറ്റി ലോക്സഭാ തെരഞ്ഞെടുപ്പ് അവലോകനം ചെയ്യാൻ ചേർന്ന കേന്ദ്ര കമ്മിറ്റിയുടെ നിലപാടുകൾക്കനുസരിച്ചാണ് താൻ ഇക്കാര്യങ്ങളൊക്കെ പറയുന്നത് എന്ന്. ആ നിലയ്ക്ക് അതിനെ പോസിറ്റീവായി തന്നെ നാം കാണേണ്ടതില്ലേ? CPM-നെ പോലുള്ള ഇത്ര വലിയൊരു പാർട്ടിയിൽ ലക്ഷക്കണക്കിന് അംഗങ്ങളുള്ള ഒരു പാർട്ടിയിൽ ആഭ്യന്തര ജനാധിപത്യം യഥാർത്ഥമായി നടപ്പിലാക്കുക എന്നുള്ള അത്ര എളുപ്പമുള്ള ഒന്നല്ല. തീരുമാനങ്ങൾ ആത്യന്തികമായിട്ട് എടുക്കേണ്ടത് പോളിറ്റ് ബ്യൂറോ ആണെങ്കിൽ സാധാരണ ഒരു ഘടകത്തിലെ അംഗത്തിന് ജനാധിപത്യപരമായ അവകാശം പ്രകടിപ്പിക്കാൻ അവിടേക്കൊന്നും എത്തില്ല അത്. അപ്പോൾ ആഭ്യന്തരമായ ജനാധിപത്യം പോരാ എന്ന് പറയുന്നതിനേക്കാളധികം ആ ഘടന അതിന് ഒട്ടും യോജിച്ചതല്ല. ഇന്നത്തെ CPM-ന്റെ ഘടന യഥാർത്ഥമായ ആഭ്യന്തര ജനാധിപത്യത്തിന് ഒട്ടും യോജിച്ചതല്ല. അപ്പോൾ ഇനി എങ്ങനെയാണ് അത് ഉണ്ടാക്കാൻ പോകണമെന്ന് എനിക്കറിഞ്ഞൂടാ. ഉണ്ടാക്കണമെങ്കിൽ കൂടുതൽ താഴത്തുള്ള ഘടകങ്ങൾക്ക് കൂടുതൽ സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ എന്താ വേണ്ടത്, കൂടുതൽ ക്രിയാത്മകമായ പ്രവർത്തനങ്ങൾക്കുള്ള അവസരങ്ങൾ ഉണ്ടായിരിക്കണം. ആ തരത്തിൽ ആയാലല്ലാണ്ട് ഒരു ആഭ്യന്തര ജനാധിപത്യം യഥാർത്ഥമാകുമെന്ന് തോന്നുന്നില്ല. അത് സമൂഹത്തിലെ പ്രവർത്തനത്തിന് കാണണം. ജനങ്ങളുടെ മേലുള്ള ആധിപത്യം അല്ലാത്ത തരത്തിലുള്ള പ്രവർത്തനം നടക്കുക തന്നെ വേണം. നല്ല ആഭ്യന്തര ജനാധിപത്യം ഉണ്ടാവുള്ളൂ. MP പരമേശ്വരൻ, ആഭ്യന്തര ജനാധിപത്യത്തിൻ്റെ കാര്യത്തിൽ പാർട്ടിയുടെ ഘടന ഒരു പ്രതിസന്ധിയായി അല്ലെങ്കിൽ ഒരു പ്രതിബന്ധമായി താങ്കൾ കാണുന്നുണ്ട്. പാർട്ടി കേന്ദ്ര കമ്മിറ്റി തന്നെ വിലയിരുത്തിയിരിക്കുന്നത് ജനങ്ങളുമായി കൂടുതൽ ബന്ധം ഉണ്ടാക്കണം, ജനങ്ങളുമായുള്ള ബന്ധം പാർട്ടിക്ക് ഇടയ്ക്കെങ്കിലും നഷ്ടപ്പെട്ടു പോകുന്നു എന്ന വിലയിരുത്തൽ കേന്ദ്ര കമ്മിറ്റി തന്നെ നടത്തിയിട്ടുണ്ട്. അത്തരമൊരു പരിഷ്കാരത്തിലേക്കുള്ള പോക്ക് ഒരുപക്ഷെ ഈ പാർട്ടി കോൺഗ്രസ് ചർച്ചകൾ, പാർട്ടി സമ്മേളനങ്ങൾ തുടങ്ങാനിരിക്കുന്നു, അത്തരം ചർച്ചകളിൽ ഉണ്ടാകാനിടയുണ്ട്. അത് മുൻനിർത്തിയായിരിക്കാം ഈ പരസ്യമായ ഇത്തരം ചർച്ചകൾക്ക് ഒരുപക്ഷെ പോളിറ്റ് ബ്യൂറോ അംഗം തന്നെ മുൻകൈയെടുത്ത് തുടക്കം ഇടുന്നത്. അത് പാർട്ടിക്ക് ഏതളവിൽ ഗുണകരമാകും? അത് യഥാർത്ഥത്തിൽ നടപ്പാക്കാന്ന് വെച്ചാൽ ഞാൻ 1-2 വട്ടം പാർട്ടി സെക്രട്ടറിക്കൊക്കെ എഴുതുണ്ടായിട്ടുണ്ട്, ബേബിയുടെ അടുത്തൊക്കെ പറയുണ്ടായിട്ടുണ്ട്. വളരെ ഇത് യഥാർത്ഥമാണെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തണമെങ്കിൽ ചുരുങ്ങിയ പക്ഷം വരാൻ പോകുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെങ്കിലും പാർട്ടി സ്ഥാനാർത്ഥികളെ നിർത്തുന്നത്
സ്ഥാനാർത്ഥികളിൽ നിന്ന് പാർട്ടി കമ്മിറ്റിയല്ല, പാർട്ടിയുടെ വോട്ടർമാരായ ജനങ്ങൾ ആ തെരഞ്ഞെടുപ്പ് ഭാഗത്തെങ്കിലും ജനങ്ങളെ വിശ്വാസത്തിലെടുത്ത് ജനങ്ങളുടെ ജനാധിപത്യം അംഗീകരിച്ചു കൊടുത്തല്ലാതെ പാർട്ടിക്കകത്തുള്ള ജനാധിപത്യം വളർത്തിക്കൊണ്ടുവരാൻ പറ്റില്ല. അപ്പോൾ ആ തരത്തിൽ ഒരു ഇതിൽ തയ്യാറാവുകയാണെങ്കിൽ ജനങ്ങളുമായുള്ള ബന്ധം കൂടുതൽ മെച്ചപ്പെടുത്താൻ സാധിക്കും. ഇതാണ് ഞാൻ അവരടുത്ത് പറഞ്ഞിട്ടുള്ളത്. അവർ അംഗീകരിക്കുമെന്ന് എനിക്കറിഞ്ഞൂടാ. റൈറ്റ്. ശ്രീ എൻ മാധവൻകുട്ടി, ആഭ്യന്തര ജനാധിപത്യത്തെക്കുറിച്ച് ശ്രീ എം പി പരമേശ്വരൻ ഉന്നയിച്ച വിമർശനം താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. അത്തരത്തിലുള്ളൊരു മാറ്റത്തിലേക്ക് കൂടിയുള്ള ചുവടുവെപ്പ് ഒരുപക്ഷെ ഈ പാർട്ടി സമ്മേളനങ്ങൾ തുടങ്ങുന്ന സമയത്ത് ഇത്തരം കാര്യങ്ങൾ ഉന്നയിക്കുന്നതിലൂടെ എം എ ബേബി ആണെങ്കിലും കേന്ദ്ര നേതൃത്വമാണെങ്കിലും കേന്ദ്ര നേതൃത്വത്തിൻ്റെ അല്ലെങ്കിൽ കേന്ദ്ര കമ്മിറ്റിയുടെ വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് താൻ ഇക്കാര്യങ്ങൾ പറയുന്നത് എന്ന് മീഡിയ വണ്ണിൻ്റെ വ്യൂ പോയിന്റിൽ എം എ ബേബി കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം അത് ഉദ്ദേശിക്കുന്നുണ്ടാകുമോ? പാർട്ടിക്കുള്ളിൽ കുറെ കൂടി ആഭ്യന്തരമായ ജനാധിപത്യം കരുത്താർജിക്കണം എന്നൊരു ഉദ്ദേശം ഇപ്പോൾ ശ്രീ എം പി പരമേശ്വരൻ സൂചിപ്പിച്ച വിധത്തിലുള്ള ചില മാറ്റങ്ങൾ, അതിലേക്കുള്ളൊരു നാന്ദി അതായിരിക്കുമോ ഒരുപക്ഷെ ഇത്തരം പൊതുചർച്ചകൾ ഉണ്ടാകട്ടെ എന്ന രീതിയിൽ അഭിപ്രായം പ്രകടിപ്പിക്കുന്നതിന് പിന്നിൽ? അത് താങ്കൾ പറയുന്നത് സത്യമാണ്. കാരണം ഇത് എം എ ബേബിയുടെ ഒരു ആഗ്രഹ പ്രകടനമല്ല. കേന്ദ്ര കമ്മിറ്റിയുടെ പ്രമേയം സുമനസ്സോടുകൂടി വായിക്കുകയാണെങ്കിൽ അത് ഇന്ത്യൻ സാഹചര്യത്തെ വിലയിരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം, അതിനനുസരിച്ച് പാർട്ടിയുടെ രാഷ്ട്രീയ നയം പുനർപരിശോധിക്കുന്നതിനുള്ള ഒരു തീരുമാനം, അതിനു വേണ്ടിയിട്ടുള്ള സംഘടിതമായിട്ടുള്ള ശ്രമം, അന്വേഷണങ്ങൾ. 3, സംഘടനാപരമായിട്ട് പാർട്ടിക്കുള്ള ദൗർബല്യങ്ങൾ ലെനിനിസ്റ്റ് രീതിയിൽ, അതാണ് അവിടെ ശ്രീ പരമേശ്വരൻ ആവശ്യപ്പെടുന്ന രീതിയിലുള്ള ഒരു ജനാധിപത്യ സമ്പ്രദായത്തിലേക്കുള്ള എടുത്തുചാട്ടം ഒരു പക്ഷേ CPM-ൽ ഉണ്ടാവില്ല. പറയുന്ന പോലെ സ്ഥാനാർത്ഥികൾ ജനങ്ങളുടെ തിരഞ്ഞെടുത്ത ലിസ്റ്റിൽ നിന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവതരിപ്പിക്കണമെന്ന രീതിയിലുള്ള അദ്ദേഹം ആവശ്യപ്പെടുന്ന രീതിയിലുള്ള അല്പനിഷ്ഠമെന്ന് എനിക്ക് തോന്നുന്ന, അപ്രായോഗികമെന്ന് എനിക്ക് തോന്നുന്ന, ചരിത്രബോധത്തിൽ അല്പം പിശകുണ്ടെന്ന് എനിക്ക് തോന്നുന്ന ഒരെടുത്തുചാട്ടത്തിലേക്ക് പാർട്ടി പോയില്ലെങ്കിലും ഇപ്പോഴുള്ള ആഭ്യന്തര ജനാധിപത്യ സമ്പ്രദായത്തെ കൂടി പുനർപരിശോധിക്കുന്നതിനുള്ള ഒരു തീരുമാനം പാർട്ടിയിലുണ്ട്. പാർട്ടി സെക്രട്ടറി അതിനെ റിന്യൂവൽ, നവീകരണം, പാർട്ടിയുടെ നവീകരണം അടിയന്തര കടമയാണെന്നാണ് പാർട്ടിയെ സ്നേഹിക്കുന്ന ഞാൻ മനസ്സിലാക്കുന്നത്. അത് എவ்விധത്തിലായിരിക്കണം? ഏതെങ്കിലും ഗുരുവിൽ നിന്നുള്ള ഉപദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണോ? എഴുത്തുകുത്തുകളുടെ അടിസ്ഥാനത്തിലാണോ? ആശയങ്ങളുടെ അത്തരത്തിലുള്ള വ്യക്തിഗതമായ ആശയങ്ങളുടെ ആവാൻ തരമില്ല. എം പി പരമേശ്വരനെ പോലെ എത്ര മഹത്തായ വ്യക്തിയാണെങ്കിൽ പോലും ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ബുദ്ധിയിൽ ഉദിക്കുന്ന ഉപദേശം മാത്രം സ്വീകരിച്ചുകൊണ്ടായിരിക്കില്ല ഒരു ബഹുജന വിപ്ലവ പാർട്ടി അതിൻ്റെ രാഷ്ട്രീയ നയങ്ങൾ മാറ്റുക. കൂട്ടായിട്ടുള്ളൊരു തീരുമാനത്തിൻ്റെ അതിൻ്റെ ഒരു പ്രക്രിയയുടെ അതിൻ്റെ എല്ലാ പരാധീനതകളുമുണ്ട്, അതിൻ്റെ തിരിച്ചടികൾ അനുഭവിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ മാർക്സിസ്റ്റുകാരെന്ന് പറയുമ്പോൾ ലേണിംഗ് ട്രൂത്ത് ഫ്രം ഫാക്ട്സ്, വസ്തുതകളിൽ നിന്ന് സത്യം കണ്ടെത്തുക, അല്ലെങ്കിൽ അത്തരത്തിലാണല്ലോ ഒരാൾ, അല്ലാതെ ആ ജനങ്ങളുടെ ഏറ്റവും ഉയർന്ന ആശയം സ്വീകരിച്ച് പ്രവൃത്തിയാക്കുന്നതല്ലല്ലോ മാർക്സിസത്തിൻ്റെ രീതി. അപ്പോൾ അത്തരത്തിലുള്ള ക്ഷമാപൂർവമുള്ള എന്നാൽ മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് തത്വങ്ങളിൽ നിന്നുള്ള മറുകണ്ഠം ചാടലല്ലേ അത്തരത്തിൽ ശ്രമിച്ച പാർട്ടികളുടെ ചരിത്രവും എം പി പരമേശ്വരൻ അറിയാം. അത്തരത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പിരിച്ചുവിട്ട് കൊടിയും മാറ്റി, അരിവാൾ ചുറ്റുകയും മാറ്റി അവിടെ വൃക്ഷത്തെ പ്രതീക്ഷിച്ചിട്ട് തിരഞ്ഞെടുപ്പിന് ഇറങ്ങിത്തിരിച്ച യൂറോപ്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ചരിത്രം അറിയാം. മേധാ പട്കർക്കും അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള NGOകൾക്കും അല്ലെങ്കിൽ മറ്റുമൊക്കെ അവരിവിടെ കേരളത്തിൽ നിന്നിട്ട് അല്ലെങ്കിൽ കേരളത്തിന് പുറത്തു നിന്നിട്ട് അവർക്ക് കിട്ടിയ ബഹുജന സമ്മതി നിങ്ങൾക്കറിയാം. കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്ന് ആവശ്യപ്പെടുന്ന ജനാധിപത്യം RSSൽ നിന്നും കോൺഗ്രസിൽ നിന്നും മറ്റ് കക്ഷികളിൽ നിന്നും നടക്കാത്ത, അതോട് ചോദിക്കാൻ പോലും കഴിയാത്തൊരു സാഹചര്യത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജനങ്ങളുടെ തിരഞ്ഞെടുക്കുന്ന ലിസ്റ്റിൽ നിന്ന് സ്ഥാനാർത്ഥികളെ നിർത്തണമെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ അനുഭവ പാരമ്പര്യത്തോടും അദ്ദേഹത്തിൻ്റെ ശക്തിയോടുമുള്ള ബഹുമാനം നിർത്തിക്കൊണ്ട് പറയട്ടെ, അത് ചരിത്രപരമല്ല. ശ്രീ എം പി പരമേശ്വരൻ, എം എ ബേബി മീഡിയ വൺ അനുഭവിച്ച അഭിമുഖത്തിൽ ആനുഷംഗികമായെങ്കിലും പരാമർശിക്കുന്ന ഒരു കാര്യമുണ്ട്. ലോകത്തെ എല്ലാ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന പേരിലല്ല അറിയപ്പെടുന്നത് എന്ന്. അതിന് അദ്ദേഹം ക്യൂബയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയൊക്കെ ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുമുണ്ട്. ഇത് ഏതെങ്കിലും വിധത്തിലുള്ളൊരു സൂചന നമുക്ക് നൽകുന്നുണ്ടോ? പാർട്ടി പരിപാടികളിൽ വരുത്താനുള്ള പേരിലല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, പാർട്ടി പരിപാടികളിൽ വരുത്താൻ പോകുന്ന മാറ്റങ്ങളെക്കുറിച്ച് കേന്ദ്ര കമ്മിറ്റിയുടെ പ്രമേയത്തിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിലും അതിന്മേലുണ്ടാകുന്ന വലിയ ചർച്ചയുടെ താഴെത്തട്ട് മുതൽ മുകളിലേക്ക് നടക്കുന്ന വലിയ ചർച്ചയുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ പോലും പാർട്ടിയുടെ പരിപാടികളിൽ താങ്കളൊക്കെ മുൻകാലങ്ങളിൽ പറഞ്ഞു വെച്ചതുപോലുള്ള ചില പരിഷ്കാരങ്ങളിലേക്ക് പാർട്ടി നീങ്ങുന്നു എന്ന തോന്നൽ അത് സൃഷ്ടിക്കുന്നുണ്ടോ?
അതിനുമുമ്പ് ആദ്യം ഞാൻ മാധവൻകുട്ടി പറഞ്ഞൊരു കാര്യത്തോട് ഉള്ള വിയോജിപ്പ് പറയട്ടെ. ഈ ജനങ്ങൾക്ക് പരമാധികാരം കൊടുക്കുക എന്നുള്ളത് ഒരു എടുത്തുചാട്ടം അല്ലെങ്കിൽ അപ്രായോഗികമാണ് എന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല. ഞാൻ അതിനോട് യോജിക്കുന്നില്ല. പിന്നെയുള്ള ഇപ്പോൾ പാർട്ടി പുതിയൊരു പരിപാടി ഉണ്ടാക്കാനുള്ള ഇതാണെങ്കിൽ ഏതായാലും പുതിയ പരിപാടി ഉണ്ടാക്കാന്ന് വെച്ചാൽ അത് പാർട്ടിക്കകത്ത് മാത്രം ചർച്ച ചെയ്തിട്ടൊരു പുതിയ പരിപാടി ഉണ്ടായാൽ ജനങ്ങളുടെ വിശ്വാസത്തെ കിട്ടുമെന്ന് തോന്നുന്നില്ല. പബ്ലിക്കായിട്ടുള്ള ചർച്ചയ്ക്ക് ആവശ്യമുണ്ട്. ഇന്നത്തെ കാലഘട്ടത്തിൽ പാർട്ടിയുടെ ഒരു പരിപാടി രഹസ്യമായിട്ടുള്ളൊരു പരിപാടി ഉണ്ടാക്കലല്ല വേണ്ടത്, പബ്ലിക്കായിട്ടുള്ള ചർച്ച ചെയ്തുള്ള പരിപാടിയാണ് ഉണ്ടാക്കേണ്ടത്. അങ്ങനെ മാത്രമേ ജനങ്ങളുടെ അംഗീകാരവും വിശ്വാസവും നേടാൻ കഴിയുമെന്നാണ് എൻ്റെ വിശ്വാസം. അതിന് തയ്യാറാവുന്നുണ്ടോ എന്നുള്ളതിന് ഇപ്പോൾ സൂചനയൊന്നും കാണുന്നില്ല. ശ്രീ എം പി പരമേശ്വരൻ, തൃശ്ശൂരിലെ ചടങ്ങിൽ സംസാരിക്കുമ്പോൾ പുതിയ നവ സാമൂഹിക പ്രസ്ഥാനങ്ങളുമായി സംവദിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് എം എ ബേബി സൂചിപ്പിച്ചിരുന്നു. പട്ടിക വിഭാഗങ്ങൾ, ന്യൂനപക്ഷങ്ങൾ ഇവരെയൊക്കെ തന്നെ സവിശേഷമായി അഭിസംബോധന ചെയ്യാൻ വേദികൾ ഉണ്ടാക്കുന്നുണ്ട് CPM. അതൊന്നും പോരാതെ തോന്നുന്നു എന്നൊരു വിലയിരുത്തൽ, അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയായിരിക്കും ഒരുപക്ഷെ നവസാമൂഹിക പ്രസ്ഥാനങ്ങളുമായി കൂടുതൽ സംവദിക്കേണ്ടതുണ്ട് എന്ന പ്രസ്താവന എം എ ബേബി നടത്തിയത്. നിലവിലെ സാഹചര്യത്തിൽ CPMന് അത് എത്രത്തോളം സാധ്യമാണ്? അത് എത്ര കൊണ്ടും സാധ്യമാണെന്ന് വെച്ചാൽ, വേണമെന്ന് വെച്ചാൽ സാധ്യമല്ലാത്തൊന്നുമില്ല. വേണമെന്നുള്ള തീരുമാനം മനസ്സിൻ്റെ ഉള്ളിൽ ഉണ്ടാവുക തന്നെയാണ് വേണ്ടത്. പക്ഷേ സംവദിക്കുക എന്ന് പറഞ്ഞാൽ ഒരു മീറ്റിങ്ങിലിരുന്ന് വർത്തമാനം പറയലല്ല. സംവദിക്കുക പറഞ്ഞാൽ ഓരോരോ രംഗത്ത്, പഞ്ചായത്ത് രംഗത്ത്, വാർഡ് രംഗത്ത്, അയൽക്കൂട്ട രംഗത്ത് ഒക്കെ നടക്കുന്ന പ്രവർത്തനങ്ങളിൽ കൂട്ടായി പ്രവർത്തിച്ച് സമൂഹത്തിലെ ഏറ്റവും താഴെക്കിടയിലുള്ള ആൾക്കാരുടെ ജീവിതം മെച്ചപ്പെടുത്താനുള്ള ഒരുമിച്ചുള്ള പ്രവർത്തനത്തിൽ കൂടെ പരസ്പരം മനസ്സാക്കി കൊണ്ടല്ലാണ്ട് ഈ സംവാദം എന്നുള്ളത് യഥാർത്ഥ സംവാദം ആകില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. റൈറ്റ്, മടങ്ങിയെത്താം. എൻ വേണു, അദ്ദേഹം ഇപ്പോഴും ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ വേണു, താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇടതുപക്ഷത്തിന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഏറ്റ വലിയ പരാജയം, താങ്കൾ തന്നെ പറയുന്നത് പോലെ പാർട്ടിക്കുണ്ടായ വലിയ ജീർണത, ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലും പുതിയ ചില ചിന്തകൾ, പുതിയ ചില ആശയങ്ങൾ അത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ ചില ശ്രമങ്ങൾ നടക്കുന്നു. കേന്ദ്ര കമ്മിറ്റി തന്നെ സ്വയം വിമർശിക്കുകയും പുതിയ പരിപാടിയിലേക്ക് നീങ്ങേണ്ടതുണ്ട് എന്ന് പറയുകയും ചെയ്യുന്നു. ഇതിനെയൊക്കെ പുറത്തു നിന്നുള്ള ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ കൂടി ഗുണപരമായി കാണുന്നത് പൊതുവിൽ രാജ്യത്തൊരു ഇടതുപക്ഷ ഐക്യമുണ്ടാക്കുന്നതിന് സഹായിക്കുകയല്ലേ ചെയ്യുക? ഇടതുപക്ഷ ഐക്യവും നേരത്തെ മാധവൻകുട്ടി പറഞ്ഞതുപോലുള്ള ലെനിനിസ്റ്റ് സംഘടനാ രീതിയുമൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു വിപ്ലവ സ്വഭാവം ഉള്ള പാർട്ടികൾക്കാണ് ലെനിനിസ്റ്റ് സംഘടനാ രീതി. ഒരു വിപ്ലവ പാർട്ടിയുടെ സംഘടനാ രീതിയാണ്. വിപ്ലവ സ്വഭാവം നഷ്ടപ്പെട്ട ഒരു പാർട്ടിക്ക് അതിന്റെ ലെനിനിസ്റ്റ് സംഘടനാ രീതി മാറ്റം വരുത്തിയത് കൊണ്ടോ അല്ലെങ്കിൽ അതിന്റെ തെറ്റായ അംശങ്ങൾ ഒഴിവാക്കിയത് കൊണ്ടോ പ്രയോജനമില്ല. ഇവിടെ പ്രശ്നം CPM അതിന്റെ വിപ്ലവ സ്വഭാവവും അതിന്റെ ഇടതുപക്ഷ സ്വഭാവം നഷ്ടപ്പെട്ടു കഴിഞ്ഞു. അങ്ങനെയുള്ള ഒരു പാർട്ടി അവർ പാർട്ടി പരിപാടിയിൽ മാറ്റം വരുത്തുന്നു എന്ന് പറയുമ്പോൾ എന്താണ് ആ പാർട്ടി പരിപാടിയിൽ മാറ്റം വരുത്തുന്നത് സംബന്ധിച്ച് പാർട്ടി ഞങ്ങൾക്ക് ഞങ്ങളുടെ പരിപാടിയിൽ നിന്ന് പിശകാണ്, അല്ലെങ്കിൽ ഞങ്ങൾ പാർട്ടി പുനഃസംഘടിപ്പിക്കുകയാണ്, അല്ലെങ്കിൽ പാർട്ടി പരിപാടിയെ സംബന്ധിച്ച് ഞങ്ങളുടെ ഇതുവരെ എടുത്ത നിലപാടുകൾ തെറ്റാണ്, അത്തരത്തിലൊന്നും പറഞ്ഞ ബേബി ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതും ചില നേതാക്കന്മാർ പറയുന്നതും എല്ലാം ചില പിശകുകൾ ഞങ്ങൾക്ക് പറ്റിയിട്ടുണ്ട്. ആ പിശകുകൾ തിരുത്താൻ വേണ്ടി എന്ന് പറയുന്നത് ഇവിടെ ഈ CPMന്റെ തെറ്റായ നിലപാടുകളിൽ പാർട്ടി പരിപാടിയിലെ മാറ്റങ്ങൾ, നയപരമായ പിശക്, വിപ്ലവ സ്വഭാവത്തിൽ നിന്ന മാറ്റം, ഇതൊക്കെ ഭാഗമായിട്ട് പുതിയ മേഖലകളിലേക്ക് പുതിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ, പുതിയ കമ്മ്യൂണിസ്റ്റ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയ ആളുകളൊക്കെ തിരിച്ചു കൊണ്ടുവന്നുകൊണ്ട് CPIMന്റെ ഇന്നത്തെ ശക്തിക്ഷയത്തെ ഒന്ന് പിടിച്ച് നിലനിർത്താൻ കഴിയുമെന്ന പരീക്ഷണമാണ്. അങ്ങനെ ഒരു പരീക്ഷണം നടത്തിയത് കൊണ്ട് CPM നന്നാകാൻ പോകുന്നില്ല, അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി നന്നാകാൻ പോകുന്നില്ല. സ്വന്തം